ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വ പുതിയ എപ്പിസോഡില് വരുണും പ്രിയയും കൂടെ വീട്ടിലേക്ക് വരിക. വരുണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. അവര് കയറുമ്പോ തന്നെ എല്ലാവരും വിഷ് ചെയ്ത് പാട്ട് പാടാണ്. വരുണിന്റെ മുഖത്ത് ഇപ്പൊ സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ പ്രിയ വന്നിട്ട് വെക്കും, ഇതൊക്കെ ഇപ്പോ സൂര്യ പറയും, പ്രിയങ്ക വന്നതിന് ശേഷമുള്ള വരുണിന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, അത് ഗംഭീരാക്കാതെ പറ്റുമോ? അച്ഛൻ ചോദിക്കും, എന്താടാ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അല്ലേ? വരുൺ പറയും, ഇല്ലെന്ന്. അച്ഛൻ പറയും, ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പോലും നിന്നെ ഞങ്ങക്ക് നേരെ ചൊവ്വ കിട്ടാറില്ലല്ലോ, അപ്പൊ പിന്നെ കിട്ടിയ അവസരം ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശി പറയും, ഇതെന്റെ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡൻ സമ്മാനം തന്നെ കൊടുക്കണേ. ശേഷം അമ്മയും, ഇത് അച്ഛൻ വാങ്ങിച്ചതാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വരുൺ അതും വാങ്ങിക്കുക. പ്രിയ പറയും, എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലേ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവാണേ. അപ്പോ ചെറിയച്ചൻ പറയും, ഉർവശി. അങ്ങനെ ഉർവശിയുടെ ഒരു ഗിഫ്റ്റും കൊടുക്കും. താങ്ക് യു എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് വരുൺ പറയും, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ശേഷം കൽപ്പനയും വാങ്ങിച്ചത് കൊടുക്കും. ഈ സമയം ഏട്ടൻ പറയും, ഡാ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് കൊടുക്കും. നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമാ, ക്യാമറയാണ് എന്ന് പറയുമ്പോ വരുണിന് അതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. താങ്ക് യു ഏട്ടാ എന്ന് പറഞ്ഞ് ഏട്ടനെ കെട്ടിപ്പിടിക്കും. ഗൗതം പറയും, ഇവരൊക്കെ വരുമാനമുള്ളവരാ, ഒരു തൊഴിൽ രഹിതനായ എനിക്ക് തരാൻ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു വിഷയം. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് വരുൺ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോ ഈ സമയം ബൈജു പറയും, ഞാൻ തൊഴിൽ രഹിതൻ മാത്രമല്ല ഒരു ദരിദ്രവാസി കൂടിയാ. അപ്പൊ വരുൺ പറയും, ആ അത് ശരിയാ. അപ്പൊ ബൈജു പറയും, കിട്ടിയതില് കൊള്ളാവുന്നത് എടുത്തിട്ട് ബാക്കി മിച്ചം വരുന്നത് എനിക്ക് തന്ന വളരെ സന്തോഷം. അത് കേൾക്കുമ്പോ എല്ലാരും ചിരിക്കും. താങ്ക് യു എന്ന് പറഞ്ഞ് ബിജുവിനെ കെട്ടിപ്പിടിക്കുക. ഹാപ്പിയാണോ? ബിജു പറയും, അപ്പോഴേക്കും പ്രിയങ്കയും ഒരു ഗിഫ്റ്റ് ആയിട്ട് വരിക. എല്ലാരും കൊടുത്തല്ലോ, ഇനി ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വരുണിന്റെ അടുത്ത് പറയും, ഇത് ഇന്ന് വരുണിന് ഇടാനുള്ള ഡ്രസ്സാ. വരുണിന് ഇഷ്ടപ്പെട്ട നിറങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട നിറ, വരുണിന് ചേരും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഗിഫ്റ്റ് അല്ലേ, വരുൺ വാങ്ങിക്കും. മുത്തശ്ശിക്കും, മോള് ഇതൊക്കെ എപ്പോ വാങ്ങിച്ചു? പ്രിയ പറയും, എനിക്കറിയാം നിങ്ങളെല്ലാവരും കൂടെ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടാവുന്ന്, അപ്പൊ പിന്നെ ഞാൻ മോശമാവാൻ പാടുണ്ടാവും. അപ്പൊ വരുണിന്റെ അച്ഛൻ പറയും, എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ കണ്ട ആളല്ല ഇപ്പൊ തിരിച്ചു വന്നപ്പോ മുഖത്തൊരു തെളിച്ചൊക്കെ ഉണ്ട് അല്ലേ പത്മിനി? അപ്പൊ പറയും, അതെ, അത് ഞാനും ശ്രദ്ധിച്ചു. വരുണ് ഭയങ്കര സന്തോഷത്തിലാ, രാധികയെ കണ്ടതാണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ വരുൺ പറയും, ശരിയാ, അവിടെ എത്തിയപ്പോ എന്റെ മൈൻഡ് ഫ്രഷ്, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച കാഴ്ച കണ്ടു, പറയണമെന്ന് ആഗ്രഹിച്ചതൊക്കെ പറഞ്ഞു. സോയി ബർത്ത്ഡേ എനിക്ക് എന്തുകൊണ്ടും സ്പെഷ്യലാണ്. മുത്തശ്ശേരി, എന്നാ പിന്നെ ഇനി കേക്ക് കട്ട് ചെയ്യാം, പോയി ഡ്രസ് മാറിയിട്ട് വാ. വരുൺ പറയും, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ, ഇന്നത്തെ ബർത്ത്ഡേക്ക് എന്റെ പ്രിയപ്പെട്ടവള് എനിക്ക് തന്ന സമ്മാനം ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ നിക്കുക. ഇത് കേൾക്കുമ്പോ പ്രിയക്ക് ഭയങ്കര സന്തോഷമാവും. പ്രിയക്ക് മാത്രല്ല കൽപ്പനയും ടീമും ഒഴികെ ബാക്കി എല്ലാവർക്കും. വരുൺ പ്രിയനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പ്രിയക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അല്പസമയം കഴിഞ്ഞ് അവിടെ കേക്കൊക്കെ റെഡിയാക്കി വരുണിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാവര്. വരുൺ ഡ്രസ്സ് മാറാൻ പോയിരിക്കുക. മുത്തശ്ശി പറയും, മോള് നോക്കിക്കോ, മോളെ അവന് പൂർണ്ണമായി ഇഷ്ടമാണെങ്കിൽ മോള് കൊടുത്ത ഡ്രസ്സ് ആണെങ്കിൽ അവൻ വരും. കൽപ്പന പറയും, എന്നും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് വരവ്, ഇക്കാര്യത്തിൽ എങ്ങനെയാവോ എന്തോ. പത്മിനി പറയും, അതിനെക്കുറിച്ച് ആലോചിച്ച് കൽപ്പനയ്ക്ക് പേടി വേണ്ട, അമ്പലത്തിൽ പോയി വന്നപ്പോ അവന്റെ മാറ്റം കണ്ടില്ലേ, മനസ്സിലുള്ള ആശങ്കകളൊക്കെ ഒഴിഞ്ഞൂന്നാ. ഉർവശി പറയും, അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ ഏട്ടത്തി, പ്രശ്നങ്ങളൊക്കെ മാറിയാൽ വരുൺ തന്നെ നമ്മളോട് പറയുമല്ലോ. അച്ഛൻ ചോദിക്കും, സത്യത്തിൽ ഈ തർക്കത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മളെല്ലാവരുടെയും ആഗ്രഹം പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് അവരൊന്നിച്ച് ജീവിക്കണം എന്നല്ലേ? അപ്പോ കാര്യങ്ങൾ പോസിറ്റീവായിട്ടല്ലേ എടുക്കേണ്ടത്? അവൻ വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോണ്ടാവും വരുൺ റെഡിയായി വരുന്നേ, ഒരു മുണ്ടും ഒരു ഷർട്ടും ഇട്ടിട്ട്. ദാ ആളെത്തിയല്ലോ, ബിജു പറയാണ്. അങ്ങനെ എല്ലാവരും നോക്കുക വരുണ്ണെ. വരുൺ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ട് പ്രിയ അങ്ങനെ വേറെ ആർക്കും അറിയില്ലല്ലോ. വരുൺ അവിടെ വന്ന് നിൽക്കുമ്പോ സൂര്യ പറയും, മുണ്ടും ഷർട്ടും സെലക്ട് ചെയ്ത ആൾ കൊള്ളാം. അപ്പോ വരുൺ ചിരിച്ചുകൊണ്ട് പ്രിയയുടെ അടുത്ത് ചോദിക്കും, കൊള്ളാമോ? പ്രിയ പറയും, ഞാൻ തന്നത് ഇതല്ല. വരുൺ പറയും, എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നത് ഇതാണ്, സോ എനിക്ക് ഏറ്റവും വില പിടിച്ചതും ഇതാണ്. പ്രിയക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ആകെ വിഷമിച്ചു നിൽക്ക. മുത്തശ്ശി പറയും, എന്നാ പിന്നെ വാടാ കേക്ക് കട്ട് ചെയ്യാം. ഓ കട്ട് ചെയ്യാം അമ്മേ എന്നിങ്ങനെ വരുൺ വിളിക്കുമ്പോ അമ്മ എല്ലാം റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ വരുൺ കേക്ക് കട്ട് ചെയ്യുക. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോ അമ്മ പറയും, ആദ്യം പ്രിയങ്ക മോൾക്ക് കൊടുക്ക്, ഇനി അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ വരുൺ എന്ന് പറഞ്ഞ് കേക്കിന്റെ ഒരു കഷ്ണം എടുത്ത് പ്രിയയുടെ വായിൽ വെക്കാൻ പോവും. അത് കാണുമ്പോ പ്രിയക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവിടെ എല്ലാവർക്കും. കൽപ്പനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്നാ വായിൽ വെക്കാൻ നേരം വരുൺ അത് തിരിച്ചെടുക്കാണ്. എല്ലാവരും ഇങ്ങനെ ദന്ത് കഥ എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കുമ്പോ വരുൺ അവിടെയുള്ള ഭഗവാന്റെ, അതായത് രാധാകൃഷ്ണ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് പോവാ. എന്നിട്ട് പറയും, ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ, കൃഷ്ണനോട് രാധ ചേർന്ന് നിൽക്കുന്നത് പോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാണിത് എന്ന് പറഞ്ഞ് വെണ്ണ വെക്കാൻ വെച്ചിരിക്കുന്ന ആ കുഞ്ഞുരുളിക്കകത്ത് വരുൺ ആ കേക്കിന്റെ കഷ്ണം വെക്ക. ഇത് കേൾക്കുമ്പോ പ്രിയക്ക് സംഭവം മനസ്സിലാവും. അപ്പോ ചെറിയച്ചൻ പറയും, കല്യാണം കഴിഞ്ഞതോടുകൂടി വരുൺ ഭക്തനായല്ലോ, ആദ്യം തന്നെ ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. വരുൺ പറയും, അതെ, ഞാനിപ്പോ ഭക്തനാണ്, പ്രണയത്തിന്റെ ഭക്തൻ. അങ്ങനെ അത് പറഞ്ഞ് പ്രിയയുടെ അടുത്ത് വന്നിട്ട് വരുൺ പറയും, ദാ ഈ നിൽക്കുന്നവരെല്ലാം ഈ പറഞ്ഞത് കേൾക്കുമ്പോ നമ്മുടെ പ്രണയത്തെ കുറിച്ചാണെന്ന് കരുതിയിട്ടുണ്ടാവുക, പക്ഷേ എന്റെ രാധ നീയല്ല, നിനക്കതാവാനും പറ്റില്ല.
എന്ന് പറഞ്ഞ ശേഷം വേറൊരു കേക്കിന്റെ കഷ്ണം എടുത്തതിനു ശേഷം പ്രിയനെ നോക്കും. എന്നാ പ്രിയക്ക് അതും കൊടുക്കുന്നില്ല. ഏട്ടാ എന്ന് വിളിച്ച് സൂര്യക്കാ കൊടുക്കുന്നത്. ശേഷം മുത്തശ്ശിക്ക്, പിന്നെ അച്ഛനും അമ്മയ്ക്കും ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും ഏട്ടത്തിക്കും ഗൗതമനും എന്തിന് വിജുവിനും വരെ കേക്ക് കൊടുക്കും. പ്രിയക്ക് കൊടുക്കുന്നില്ല. എല്ലാരും ഇങ്ങനെ നോക്കുമ്പോഴാണ് അവസാനം ഒരു പീസ് എടുത്ത് പ്രിയക്ക് കൊടുക്കുന്നത്. പ്രിയനടുത്ത് മുത്തശ്ശി പറയും വരുണ് കൊടുക്കുമോളെ. അങ്ങനെ വരുണും കൊടുക്കും. അപ്പോ വരുൺ ചെവിയിൽ പറയും പകരക്കാരിൽ നിന്ന് സ്വീകരിച്ചാലും തരുന്നവൾ എന്റെ പ്രിയപ്പെട്ടവളാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. പ്രിയക്ക് അതൊക്കെ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ശേഷം പിന്നീട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് കിച്ചണിലാണ്. സ്ത്രീകളെല്ലാരും ഉണ്ട്. അങ്ങനെ കൽപ്പന പറയും പാചകം തുടങ്ങില്ലേ പ്രിയ, എന്തേലും ടെൻഷൻ ഉണ്ടോ? എനിക്കെന്തിനാ ടെൻഷൻ? അപ്പൊ അമ്മ പറയും മോൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കും ഋഷി. ഋഷി പറയും അയ്യോ ഏട്ടത്തി, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതലേ എന്റെ കൈക്ക് ഒരു തരിപ്പ് പോലെ, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല. അപ്പോ മുത്തശ്ശി കളിയാക്കും. എന്നിട്ട് എന്താ പറയേണ്ടിരുന്നത്? ഋഷി പറയും വരുണിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ പിന്നെ ഒരു നെഗറ്റീവ് പറയണ്ടെന്ന് കരുതി. ഓഹോ അങ്ങനെ, എന്നാ പിന്നെ ഫാമിലി ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അയ്യോ റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. അപ്പോ അമ്മ പറയും എന്നാ പിന്നെ മരുമക്കള് രണ്ടാളും മത്സരിച്ച് ചെയ്തോട്ടെ അല്ലേ അമ്മ? ആ അതെ. അപ്പൊ കൽപ്പന പറയും അടുക്കള കാര്യത്തിൽ ഞാൻ ആരോടും മത്സരിക്കാനില്ല, ഞാൻ തോറ്റുപോകുന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് കൂട്ടിക്കോ. എനിക്കാണെങ്കിൽ ഒരു കാര്യം അറിയില്ല, അതുകൊണ്ട് എന്നെ ആരും സഹായത്തിന് വിളിക്കുകയും വേണ്ട. പ്രിയയ്ക്കും അത് തന്നെയാണല്ലോ ആവശ്യം. അപ്പൊ മുത്തശ്ശി പറയും പത്മിനി, ഇന്നലെ പ്രിയങ്ക മോള് പാചകം ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ആരാ? ഇവർ രണ്ടുപേരും അല്ലേ? അതെ അമ്മേ. അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് സഹായിക്കാന്നും പറഞ്ഞിരുന്നു. മുത്തശ്ശി പറയും കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല, പ്രിയങ്ക മോളെ അവർക്കൊന്ന് പരീക്ഷിക്കണം അല്ലേ കൽപ്പനെ? അപ്പൊ കൽപ്പന പറയും പറഞ്ഞൊരു മത്സരമായിട്ട് മുത്തശ്ശി ഇതിനെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത്രയും പേർക്ക് വെച്ചു വിളമ്പാനുള്ള ശേഷി ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്കുണ്ടോന്നൊന്നും അറിയണല്ലോ. മുത്തശ്ശിക്കും അങ്ങനെ ചെയ്താൽ പ്രിയങ്ക മോളെ അംഗീകരിക്കോ നിങ്ങൾ രണ്ടുപേരും? കൽപ്പന പറയും തീർച്ചയായിട്ടും. പിന്നെ പ്രിയങ്ക ഉണ്ടാക്കുന്ന ഭക്ഷണം വായിൽ വെക്കാൻ കൊള്ളത്തില്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് മുത്തശ്ശി അമ്മയും തുറന്നു പറയണം. അല്ലാണ്ട് പുതിയതായി കയറി വന്ന മരുമകളാണെന്ന് കരുതി എല്ലാം മറന്നു കളയരുത്. അപ്പൊ പ്രിയ പറയും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? പ്രിയ പറയും ഏട്ടത്തി വെല്ലുവിളിച്ചത് എന്നെയല്ലേ? ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഒരാൾ പോലും, അതിപ്പോ അമ്മയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അടുക്കളയിലേക്ക് വരാൻ പാടില്ല. എന്നിട്ട് എല്ലാം റെഡിയാവുന്നത് വരെ അടുക്കള പൂട്ടും. അത് കേൾക്കുമ്പോ അമ്മ പറയും അയ്യോ അതൊന്നും വേണ്ട മോളെ, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? തനിച്ചൊന്നും നടക്കില്ല. പ്രിയ പറയും നടത്തി കാണിച്ചു തരാമേ. മുത്തശ്ശി പറയും പത്മിനി, മോളുടെ വാക്കില് അത് ചെയ്യാനുള്ള ധൈര്യമുണ്ട്, മോള് ചെയ്യട്ടെ. പ്രിയ പറയും അപ്പൊ എല്ലാരും ഇറങ്ങിക്കോ. പത്മിനി പറയുന്നുണ്ട് മോളെ ഞാൻ കൂടെ നിക്കാം. പ്രിയ വേണ്ടെന്ന് പറയും. മുത്തശ്ശി പറയും എല്ലാം നടക്കട്ടെ, വാ പത്മിനി എന്ന് പറഞ്ഞ് അവരാദ്യം തന്നെ അവിടെ നിന്ന് ഇറങ്ങും. പോവാൻ നേരം ഉർവശി പറയും ഒരു മലയാണേ തലയിൽ കയറ്റി വെക്കുന്നത്, കുറച്ച് കഴിഞ്ഞാലേ കഴുത്തൊടിയും. പ്രിയ പറയും ചെറിയമ്മ പേടിക്കണ്ട, ഒടിയാത്ത കഴുത്തുമായിട്ട് ഞാൻ മുന്നിൽ വന്ന് നിന്നോളാം. കൽപ്പന പറയും വാശി നല്ലതാ, പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് നാശമാ. പ്രിയ പറയും അത് ഏട്ടത്തിയുടെ ആഗ്രഹമല്ലേ, എന്റെ വാക്ക് ഏട്ടത്തിയുടെ നാശമാവാതെ ഇരിക്കാൻ നോക്കിയാ മതി. ഇറങ്ങി രണ്ടുപേരും പോവാൻ എന്ന് പറഞ്ഞ് രണ്ടാളെയും പുറത്താക്കുക. എന്നിട്ട് ഡോറങ്ങ് ലോക്ക് ചെയ്യും. ഉറശിക്കും എന്താ ഇവള് ചെയ്യുന്നേ? കൽപ്പന പറയും നോക്കാൻ ചെറിയമേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക പ്രിയയുടെ കോളും വെയിറ്റ് ചെയ്ത് കിച്ചണിലെല്ലാം റെഡിയാക്കാനായിട്ട് റെഡിയായി നിൽക്കാം. പ്രിയയും ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിനു ശേഷം ഫോൺ എടുത്ത് രാധികയെ വിളിക്കും. വീഡിയോ കോളാ ചെയ്യുന്നത്. പ്രിയ പറയും ഞാൻ അടുക്കളയിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കിയിരിക്കാം, കുറെ സമയത്തേക്ക് ഇങ്ങോട്ട് ആരും വരത്തില്ല. രാധിക പറയും ഞാനും ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നാ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല. ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് പാചകം ചെയ്യാം, നീ അത് നോക്കി ചെയ്താ മതി. പ്രിയയ്ക്കും അല്ല അവിടെ ആരും ഇല്ലേ? രാധിക പറയും ഭാഗ്യം, മുത്തശ്ശിയെ കൂട്ടി അമ്മ ഡോക്ടറെ അടുത്തേക്ക് പോയിരിക്കുക, തിരിച്ചു വരാൻ അവര് കുറച്ച് വൈകും, അപ്പോഴേക്കും നമുക്ക് ഈ പണിയെല്ലാം തീർക്കണം. പ്രിയയ്ക്കും ശരിയാവല്ലോ അല്ലേ? രാധിക പറയും നീ ധൈര്യമായിട്ടിരിക്കുക, ആദ്യം നമുക്ക് അവിയലിന് തുടങ്ങാം. ഓക്കെ, നീ ആദ്യം ആ പച്ചക്കറികളൊക്കെ എന്നെ ഒന്ന് കാണിച്ചേ. അപ്പൊ പ്രിയ പറയും ശരി എന്ന് പറഞ്ഞ് അത് കാണിക്കുമ്പോ രാധിക എല്ലാം ഇങ്ങനെ നോക്കി വെക്കണേ. ഞാൻ കട്ട് ചെയ്യുന്ന പോലെ എല്ലാം കട്ട് ചെയ്യാവോ? എന്ന് പറഞ്ഞ് രാധിക ആദ്യം പച്ചക്കായ എടുക്കുന്നേ. അങ്ങനെ അത് കട്ട് ചെയ്യുന്ന പോലെ പ്രിയയും അവിടെ എടുത്ത് കട്ട് ചെയ്യാ. അങ്ങനെ ഓരോ വെജിറ്റബിൾ ആയിട്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോ തന്നെ പ്രിയ ആകെ ക്ഷീണിക്കും. കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് പതിയെ കൽപ്പന കിച്ചന്റെ വാതിലിന്റെ അവിടെ ഒന്ന് നിൽക്കുക. അകത്തെന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ലല്ലോ, കാരണം പ്രിയ ഡോർ ലോക്ക് ചെയ്തിരിക്കണേ. എങ്കിലും ചെവി ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ കേൾക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്